അതൊക്കെ അനുഭവിച്ചോളൂ, അതൊക്കെ മനുഷ്യർക്കുള്ളതാണ്. പക്ഷേ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത് മോക്ഷമാണ്. ആ മോക്ഷത്തിന് തടസ്സമാവാത്ത രീതിയിലാണ് മറ്റോരോന്നിനെയും അനുഭവിക്കേണ്ടത്. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മോക്ഷം. അതിനിടയ്ക്ക് അർത്ഥകാമങ്ങൾ വർണ്ണങ്ങൾ വന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അതിൻ്റെ പിന്നാലെ പോണ്ട എന്നർത്ഥം. വന്നാൽ അതിനെ തള്ളിക്കളയുകയും വേണ്ട. അതിനെ അനുഭവിച്ചുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മോക്ഷത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അങ്ങനെ ആ മോക്ഷ ഇച്ഛ വേണമെങ്കിൽ എന്ത് വേണം? മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് വൈരാഗ്യം ഉണ്ടാവണം. വൈരാഗ്യം ഉണ്ടായാലേ മോക്ഷം വേണമെന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ. എന്താണ് വൈരാഗ്യം? വൈരാഗ്യം എന്ന് വെച്ചാൽ അകക്കൂടി കൈമുതലായിട്ടുള്ള സാധനം അതുണ്ടാവുള്ളൂ എന്നാണ് ചില ആൾക്കാർ പറയുക. വിഗതമായ രാഗം എന്നാണ് വൈരാഗ്യം. രാഗം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലൂടെ അല്ലെങ്കിൽ അതിലുള്ള വസ്തുക്കളോടുള്ള അമിതമായിട്ടുള്ള അകാരണമായിട്ടുള്ള ആവേശം, അതിനാണ് രാഗം എന്ന് പറയുക. ഈ രാഗം എന്നുള്ളത് അത് പ്രത്യേകിച്ച് നമ്മളെ ഒരാളും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ വൈരാഗ്യം എന്നുള്ളത് നാം പഠിച്ചേ മതിയാവൂ. രാഗം എന്നുള്ളത് ഏതൊരു ജീവിക്കുള്ളതാണ്. പശു പ്രസവിച്ചു, ആ പശുക്കുട്ടിയോട് ആരെങ്കിലും പറയണ്ടോ അമ്മയുടെ അടുത്ത് പോയി പാല് കുടിച്ചോ എന്ന് പറയണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ട് അത് പാല് കുടിച്ചോളും. അത് അതിൻ്റെ ഉള്ളിലുള്ളൊരു ബുദ്ധിയാണ്, ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധി. ഈ ഒരു ഭാവം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഒരാളും ഇതിന് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലോ ഈ പ്രപഞ്ചത്തിലെ ഓരോരോ വസ്തുക്കളുടെ പിന്നാലെ പോയത് കൊണ്ടാണ് ഓരോരോ ശരീരങ്ങൾ എടുക്കേണ്ടി വന്നത്. അപ്പം അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിൻ്റെ പിന്നാലെ പോകലല്ല